നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ചെറുപയർ കറി വെക്കാം. നല്ല പച്ചക്കായൊക്കെ ചേർത്തിട്ട് നല്ല ലൂസായിട്ട് പൊറോട്ടയ്ക്കും പുട്ടിനും ഒക്കെ കൂടെ കിട്ടുന്ന അപാര രുചിയായിരിക്കും അതിന്. അങ്ങനെയൊന്ന് വെച്ച് നോക്കാം. വരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. ഇന്ന് ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കുന്നത് ഒരു 6-7 പേർക്കാണ്. ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അളവ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ചെറിയ തരം ചെറുപയറാണ്. സോക്ക് ചെയ്താലും അധികം അങ്ങോട്ട് വീർത്ത് വരാത്ത ചെറുപയറാണ്. അത് സോക്ക് ചെയ്യുന്നതിന് മുന്നേ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ ഒരു മീഡിയം ടു ലാർജ് ഒന്നെടുക്കാം. അത് കട്ട് ചെയ്തിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. നേരെ നടുവ കീറിയിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇത്ര തിക്നെസ്സിൽ, ഏകദേശം ഇത്ര തിക്നെസ്സിലാണ് ഹോട്ടലുകളിലൊക്കെ അവരും കട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ചെറുപയർ ഞാനൊരു കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു വലിയുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ചെറുതായി കൊത്തിയരിഞ്ഞിട്ടോ നീളത്തിൽ അരിഞ്ഞിട്ടോ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. വലുതായി തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെറുതായി കട്ട് ചെയ്താൽ ഉടഞ്ഞ് കലങ്ങിപ്പോവും. നേന്ത്രക്കായ കിട്ടിയില്ലെങ്കിൽ മാത്രം മറ്റു പച്ചക്കായകൾ എടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞ നിറമുള്ള കറിയല്ല കേട്ടോ ഇത്, അതുകൊണ്ട് മഞ്ഞൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മാത്രം. ഒരു ചെറുപയറിൻ്റെ ഒരു ഇളം പച്ച കളറോട് കൂടിയിട്ടുള്ളതാണ് ഈ കറി. ഇനി ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ എടുക്കാം. ഇനി എല്ലാം ചുമന്ന മുളക് പൊടി വേണ്ടാന്നുള്ളവർ ഇതിന് പകരം 2-3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കാം. പക്ഷെ മുളക് പൊടി ഈ അളവിൽ കൂടണ്ട കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റേതൊരു 3 ലിറ്റർ കുക്കറാണ്. അത് മതിയാവില്ല. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ മാത്രമായിട്ട് വേണ്ട വെള്ളം ചേർത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ തൽക്കാലം കുക്കറിൻ്റെ 3/4 മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഏത് കുക്കർ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ അതിൻ്റെ കണ്ടൻസ് വെക്കാൻ പാടുള്ളൂ. വെള്ളം ഉൾപ്പെടെയുള്ള കണ്ടൻസ് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. എല്ലാവർക്കും അറിയാലോ, അത് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് അടച്ച് മീഡിയം തീയിൽ വെച്ച് 5 മുതൽ 6 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അത്രമാത്രം മതി. ജീരകം കൂടി പോയി കഴിഞ്ഞാൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസം വരും. എന്നിട്ട് ഇതേപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇതപ്പോൾ നമ്മുടെ കുക്കറിലുള്ള പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. 6 വിസിൽ വന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് റിലീസായതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട്. കായിൻ്റെ കഷ്ണങ്ങളൊന്നും ഒരുപാടൊന്നും ഉടയൊന്നും വേണ്ട. ചെറുപയറൊന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കുറച്ച് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇത് നമുക്ക് ലൂസാക്കി എടുക്കണം. ഇനി ഇതിലിപ്പോൾ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അതിനുവേണ്ടി നമ്മളിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് തിളപ്പിക്കുകയാണ്. തേങ്ങ മാത്രമല്ല, ജീരകത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടാനുണ്ട്. ഓൾറെഡി അത് നല്ല ചൂടുണ്ട്. തേങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ചൂടുണ്ട്. എന്നാലും ഒരു 30 സെക്കൻഡ് നേരം മാത്രം നമ്മളൊന്ന് അടുപ്പത്ത് വെക്കുകയാണ്, ചെറുതായിട്ട് ബബിൾസ് വരുന്നത് വരെ. ഇതാ ബബിൾസൊക്കെ വന്ന് തുടങ്ങി, ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിനി സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാനൊരു കുറച്ച് വലിയ പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് കടുകാണ്. ഞാൻ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ലാർജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 1.5 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടി തുടങ്ങുന്നത് വരെ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയാണ്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ബ്രൗൺ നിറമാവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതൊരു പ്രത്യേക രുചിയും മണവും തരും. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകും. 4 മുതൽ 6 വരെ വറ്റൽമുളക് എടുക്കാം. കറിവേപ്പില 2 തണ്ട് വരെ എടുക്കാം. അത് രണ്ടും ചേർത്ത് വഴറ്റി കൊടുക്കുക. അതൊന്നും മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. കരിയാതെ നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 10 സെക്കൻഡ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സോട്ടേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കറി ചേർക്കേണ്ട പരുവായി കിട്ടും. ഇതപ്പോൾ ഇതിലേക്ക് കറി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കറി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും കറി തിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി, നമ്മൾ ഉദ്ദേശിക്കുന്നത് കടയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസിയാണ്. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുക. അതുപോലെ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 450 ml വരെ വരുന്ന ബോയിലിംഗ് വാട്ടറാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം ഇനി ചൂടായി തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും കറി വീണ്ടും അതിൻ്റെ കൺസിസ്റ്റൻസി തിക്കാവും, രുചിയും പോകും. അതുകൊണ്ടാണ് ബോയിലിംഗ് വാട്ടർ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്ത കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ബോയിലിംഗ് വാട്ടർ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട. ഒരു ചെറുതായിട്ട് അടിയിൽ നിന്ന് ബബിള് വരുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കറി ഇറക്കി വയ്ക്കാം. നമ്മുടെ കറി റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം, പുട്ട്, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും ചേരും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.